ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ക്യാമറയിൽ യാദൃശ്ചികമായിട്ട് പതിഞ്ഞ ഒരു സംഭവം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ നാട്ടിൽ മാത്രം വണ്ടി ഓടിച്ച് ശീലമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച്. ഇതിപ്പോൾ ഞാൻ സൗദി അറേബ്യയിലെ ഒരു എക്സ്പ്രസ് ഹൈവേയിലേക്കാണ് വണ്ടി എൻ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ എൻ്റെ ക്യാമറയിൽ യാദൃശ്ചികമായിട്ട് പതിഞ്ഞ ഒരു സംഭവം, അത് നമ്മുടെ നാട്ടിലെ പുതിയ NH66 സംഭവിച്ചാൽ നമ്മുടെ നാട്ടിലെ സാധാരണ റോഡുകളിൽ മാത്രം വാഹനം ഓടിച്ച് ശീലമുള്ള ആളുകൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഇങ്ങനെയൊരു എമർജൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനൊരു സാഹചര്യം മുന്നിൽ കണ്ടാൽ എങ്ങനെ അതിനോട് റിയാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ അതിനോട് റിയാക്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള എക്സ്പ്രസ് ഹൈവേകളിൽ വണ്ടി ഓടിച്ചിട്ടുള്ളവർക്ക് ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇങ്ങനൊരു എമർജൻസി സിറ്റുവേഷൻ നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള മിക്കവർക്കും ഈ ഹസാർഡ് ലൈറ്റ്, അതായത് ഇൻഡിക്കേറ്റർ 4 ഒരുമിച്ച് കത്തുന്നത് അല്ലെങ്കിൽ അത് കത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് പലർക്കും അറിയാത്തൊരു സംഭവമാണ്. അപ്പോൾ പല സാഹചര്യങ്ങളിലും ഹസാർഡ് ലൈറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് നമ്മുടെ നാട്ടിൽ പതിവാണ്. അപ്പോൾ ഇത്തരം ഹസാർഡ് ലൈറ്റ് പെട്ടെന്ന് നമ്മുടെ കൺമുമ്പിൽ ഒരു വണ്ടിയിൽ ഹസാർഡ് ലൈറ്റ് ഓണായി കിടക്കുന്നത് കണ്ടാൽ, പ്രത്യേകിച്ച് NH66 ഒരു 100 km/h സ്പീഡാണ് മാക്സിമം സ്പീഡ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ മുമ്പിലെ വണ്ടിയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, പെട്ടെന്ന് ഹസാർഡ് ലൈറ്റ് അവർ യൂസ് ചെയ്യുന്നതും വണ്ടി സ്ലോ ആകുന്നതും കാണാൻ കഴിയും. അതായത് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 120 km/h സ്പീഡിലാണ്. ഇപ്പോൾ ആ റെഡ് വണ്ടി, അതുപോലെ ഈ ബ്ലൂ വണ്ടി, അതുപോലെ മുമ്പിൽ പോകുന്ന ബസ്, ഇതെല്ലാം ഹസാർഡ് ലൈറ്റ് ഇട്ട് പെട്ടെന്ന് സ്ലോ ആക്കിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇടത്തെ ഭാഗത്തേക്ക് വെട്ടിക്കുകയും ശേഷം മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതുപോലുള്ളൊരു സാഹചര്യം നമ്മുടെ പുതുതായി നിർമ്മിച്ച NH66 നിങ്ങളുടെ കൺമുമ്പിൽ, അതായത് നിങ്ങൾ ഒരു 100 സ്പീഡ് വേഗതയിൽ പോകുന്ന സമയത്ത് ഇതുപോലൊരു സാഹചര്യം നിങ്ങളുടെ കൺമുമ്പിൽ വന്നു പെട്ടാൽ, സാധാരണ റോഡുകളിൽ മാത്രം ഉപയോഗിച്ച് ശീലമുള്ള നമ്മുടെ ചില സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്ക് പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ കുറച്ച് സമയമെടുക്കും, മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ അധികം സമയമൊന്നും ആ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ കിട്ടുകയില്ല എന്നതാണ് സത്യം. ഇപ്പോൾ അവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, ഏകദേശം റൈറ്റ് സൈഡിലായിട്ട് ഒരു ആക്സിഡൻറ്റ് നടന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ വന്ന വണ്ടികൾ പെട്ടെന്ന് എമർജൻസി ബ്രേക്ക് ഇട്ടു, ഹസാർഡ് ലൈറ്റ് കത്തിച്ചു, ബാക്കിൽ വരുന്ന വണ്ടികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് ഏകദേശം ഒരു സെക്കൻഡ് സമയത്തിനുള്ളിലാണ് ഇതെല്ലാം നടക്കേണ്ടത്. അപ്പോൾ എൻ്റെ കൺമുമ്പിൽ ഹസാർഡ് ലൈറ്റ് ഇട്ടത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് വണ്ടി സ്ലോ ഡൗൺ ആക്കി. അതായത് 120 സ്പീഡിൽ വരുന്ന വണ്ടിയാണ് സ്ലോ ഡൗൺ ആക്കിയത്. പെട്ടെന്ന് വണ്ടി സ്ലോ ഡൗൺ ആക്കി എൻ്റെ ഇടതുഭാഗത്തെ ട്രാക്കിൽ വണ്ടിയൊന്നും ഇല്ല, ബാക്കിൽ നിന്നും വണ്ടിയൊന്നും വരുന്നില്ല എന്ന് ഉറപ്പിച്ച് ഞാൻ ഇടതുഭാഗത്തേക്ക് എടുത്തു. ഞാൻ വണ്ടി എടുത്തു പോയി. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യേണ്ടത് ഒരു മൈക്രോ സെക്കൻഡുകൾക്കുള്ളിലാണ്. കാരണം 120 സ്പീഡിൽ വരുന്നൊരു വണ്ടിക്ക് അത്ര സമയമേ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ മൊബൈൽ കളിച്ചിരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള സംസാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയോ റോഡിൽ ശ്രദ്ധയില്ലാതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് മുമ്പിലൊരു വണ്ടി ഹസാർഡ് ലൈറ്റ് ഇട്ടതോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതോ അല്ലെങ്കിൽ 120 നമ്മുടെ നാട്ടിലാണെങ്കിൽ 100 സ്പീഡിൽ പോകുന്നൊരു വണ്ടിയിലിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് അങ്ങനത്തെ സാഹചര്യം മുമ്പിൽ കണ്ടാൽ അത് തീരുമാനമെടുത്ത് നമ്മുടെ കണ്ണെത്തുന്നതിന് മുമ്പ് മനസ്സെത്തണം. അപ്പോൾ ആ സമയത്ത് തീരുമാനമെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ വെറും സെക്കൻഡുകൾക്കുള്ളിലുള്ള സമയം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ സാധാരണ റോഡുകളിൽ വണ്ടി ഓടിച്ചിട്ട് ശേഷം ഈ ഹൈവേയിൽ, എക്സ്പ്രസ് ഹൈവേയിൽ അല്ലെങ്കിൽ നമ്മുടെ NH66 പെട്ടെന്ന് വണ്ടി ഓടിച്ച് ഇത്തരമൊരു സാഹചര്യം നേരിടേണ്ടി വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടെന്ന് നമുക്ക് പ്രതികരിക്കണമെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ
ആക്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റോഡിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അത്ര സ്പീഡിലായിരിക്കും നമ്മുടെ വണ്ടികൾ. ഒരു വണ്ടി ആക്സിഡൻ്റ് ആയാൽ അത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ വന്ന് നമ്മുടെ വണ്ടി ഇടിക്കും, നമ്മുടെ വണ്ടിയിൽ വന്ന് വണ്ടിയുടെ ബാക്കിൽ വന്ന് മറ്റുള്ള വണ്ടികൾ ഇടിക്കും. അങ്ങനെ ഒരു ആക്സിഡൻറ്റിൻ്റെ പരമ്പര തന്നെ അവിടെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കൂടെയുള്ളവരുമായി സംസാരിച്ചിട്ടൊക്കെ വണ്ടി ഓടിച്ച് ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിച്ചാൽ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞു വരില്ല. സോ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. പ്രത്യേകിച്ച് ഹസാർഡ് ലൈറ്റ് ഇട്ട് ബാക്കിൽ വരുന്ന വണ്ടികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. അതിനായിട്ടൊക്കെയാണ് നമ്മുടെ വണ്ടികളിൽ ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇത്. യാദൃശ്ചികമായിട്ട് എൻ്റെ ക്യാമറയിൽ പതിഞ്ഞപ്പോൾ ഞാനത് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക് യു.